അതുപോലെ ശാരീരികവും മാനസികവുമായ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പോ ഞാനിന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ഞാൻ ചെയ്ത വീഡിയോകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ആർട്ട് ഓഫ് ലിവിങ്. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ട്രെയിനറാണ് ഞങ്ങളൊക്കെ സ്നേഹത്തോടെ JP സാറിനെ വിളിക്കുന്ന ജയപ്രകാശ് സാർ. അപ്പോ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയുന്ന സമയത്ത് ഇതിന് ഫസ്റ്റ് ദിവസം വരുമ്പോ മനസ്സില്ലാ മനസ്സോടെയാണ് ഇതെന്താന്നോ ഇല്ലെങ്കിൽ ഒന്നും അറിയില്ല. നമ്മുടെ അവിടെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, ഗോപേട്ടൻ എന്ന് പറയും. പരിയാനംപറ്റ ക്ഷേത്രം പ്രശസ്തമായ ക്ഷേത്രമാണ്. എൻ്റെ അടുത്ത് തന്നെയാണ് ഗോപേട്ടൻ വീട്. വലിയ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നല്ല സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം പറയുന്ന സമയത്ത് എനിക്കിതിനെ കുറിച്ച് യാതൊരു ഇതും അറിയില്ലായിരുന്നു എന്താണിത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് യോഗയും അതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ വളരെയധികം, സത്യം പറഞ്ഞാൽ ഓരോ കുടുംബത്തിലെ അംഗങ്ങളും ഇതിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ പലതരത്തിലും വഴിതെറ്റി പോണു. അതുപോലെ പല ആളുകളും മയക്കുമരുന്നും കഞ്ചാവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിമപ്പെട്ടു പോണു. ഈ ഒരു ക്ലാസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുത്താൽ ആ കുട്ടി ഒരിക്കലും വഴിതെറ്റി പോവില്ല എന്ന് 100% എനിക്ക് ഉറപ്പാണ്. അതുപോലെ യോഗകൾ, ഇതിന്റെ ഇടയിൽ തന്നെ യോഗകൾ, ഇപ്പൊ ഇവിടെ ഹാപ്പിനെസ് 25 പറഞ്ഞ പ്രോഗ്രാം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിലാണ് ഞാൻ വന്നത്. ഞാൻ അത് 5 ദിവസം ഇതിന്റെ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. 6ാമത്തെ ദിവസം അവസാന ദിവസമാണെന്ന് ഇതിന്റെ. അപ്പോ ഇതില് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ആദ്യത്തെ ദിവസം ഞാൻ ഒരു നിർബന്ധത്തോടു കൂടിയാണ് ഇവിടെ വന്നെങ്കിലും പിറ്റേ ദിവസം മുതൽ ആ കൃത്യസമയത്ത് ഞാൻ ഇവിടെ എത്തിയത് എന്റെ മനസാലയാണ്. കാരണം ഞാൻ ഒന്നാമത് ഈ ആധ്യാത്മിക പാതകളിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാണ് ഗോപേട്ടൻ അത്രയും പായിട്ട് ഇവിടെ കൊണ്ടുവന്നെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ഈ വ്ലോഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ കൈ അനക്കാൻ പറ്റാതെ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരവസ്ഥയിലാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ സംസാരിക്കാൻ കഴിയും, വ്ലോഗ് ചെയ്യാൻ കഴിയും. ഇതിന്റെ മുന്നേ എനിക്ക് നല്ല പേജുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഈ കൈയിന്റെ പൂർണ്ണമായിട്ട് ഈ വിരലൊക്കെ തരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് തൊട്ടാ അറിയില്ലായിരുന്നു ഈ വിരൽ. എന്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. പക്ഷെ ഇത് തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോ ഈ വിരൽ തൊട്ടാൽ അറിയും. അതുപോലെ സത്യത്തിൽ ഭയങ്കരമായ ഒരു അനുഭവമാണ് എൻ്റെ ഇതിലുണ്ടായത്. അതുപോലെ തന്നെ മാനസികമായിട്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരത്തെ നമ്മൾ വലിയൊരു പ്രതിഭാസമായിട്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എന്തോ സംഭവമാണെന്ന് കണക്കാക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളൊന്നും ഒരു സംഭവമല്ല എന്ന് മനസ്സിലായത്. അത് ഈ മോട്ടിവേഷൻ ക്ലാസ് കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് 100% ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കുറെ ആളുകൾക്ക് ഞാൻ പറഞ്ഞപ്പോ എതിരഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കാതെയും അറിയാതെയും പറയുന്ന ആളുകൾ ഉണ്ടാവും. അവർ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ ഒരു ക്ലാസ് പങ്കെടുത്തതിന് ശേഷം ഇതിനെക്കുറിച്ച് ഒന്ന് അനുഭവിച്ചറിയാം. കാരണം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇതിന്റെ ക്ലാസ്സുകൾ എല്ലാ ഭാഗങ്ങളും നടക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോ എന്നെ കുറെ ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിളിച്ചിരുന്നു, തൃശ്ശൂരിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ അവിടെ ചോദിച്ചിട്ട് സജസ്റ്റ് ചെയ്യും എവിടെയാണ് സ്ഥലം എന്നുള്ളത്. അപ്പൊ എന്തായാലും അങ്ങനെ കുറെ ആളുകളായിട്ട് തരുന്നു. ഇവിടെ തന്നെ ഞാൻ വേറെ പുതിയ ആളുകളെ ഇവിടേക്ക് അത് നിർബന്ധിച്ചിട്ടൊന്നുമല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ അവര് ഇതിൽ വരാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തായാലും നമ്മുടെ JP സാർ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ എൻ്റെ ഇവിടെ ഒരുപാട് പ്രേക്ഷകർ എനിക്ക് ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ. അപ്പൊ അവർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പരിയാനംപറ്റ ക്ഷേത്രം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇതിൽ പങ്കെടുക്കുക. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാമല്ലോ സാറേ. അപ്പൊ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ആർട്ട് ഓഫ് ലിവിങ്? സുധീഷ് കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇരിക്കുന്നു ക്ലാസ്സിലൊക്കെ. ഏറെക്കുറെ അറിയാം. അവർക്കൂടെ അറിയാനാവും സുധീഷ് ചോദിക്കുന്നുണ്ടാവുക. ഈ ഒരു ഓർഗനൈസേഷൻ 180-ലേറെ രാഷ്ട്രങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 40-ലേറെ വർഷങ്ങളായിട്ട്. സോ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ വാല്യൂസ് ഈ പേരിലാണ് ഗ്ലോബലി അറിയപ്പെടുക. ഇന്ത്യയിലാണ് ദി ആർട്ട് ഓഫ് ലിവിങ്, US-ലെ ദി ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ. അപ്പൊ അതിൽ ഇത്രയും രാജ്യങ്ങളുടെ ജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ദി ആർട്ട് ഓഫ് ലിവിങ്. ശ്രീ രവിശങ്കർജിയാണ് അതിന്റെ ഫൗണ്ടർ. സോ ഇപ്പൊ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ആണ്. സോ ഇപ്പൊ മോട്ടിവേഷൻ എന്നൊക്കെ സുധീഷ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജ്ഞാനമാണ്. ഞങ്ങൾ കുറെ ടീച്ചേഴ്സ്, 16 ടീച്ചേഴ്സ് ഉണ്ട്. അവരിലൂടെ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ 20 വർഷമായി ഞാനും ആ മേഖലയിലാണ്. സോ എൻ്റെ കൂടെ ഒത്തിരി പാലക്കാട് തന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, ഒത്തിരി സീനിയേഴ്സ് ഉണ്ട്. അവിടെ എല്ലാവരും പ്രചോദനം കൂടുതൽ ഗുരുദേവന്റെ തന്നെ ആ പ്രചോദനം കൊണ്ട് ഇങ്ങനെ പോകുന്നു കുറച്ച് കാലമായിട്ട്. എനിവേ വരുന്ന എല്ലാവരും ഹാപ്പിയാണ്. സുധീഷിന് എന്ത് തോന്നി? എനിക്ക് സത്യം പറഞ്ഞ വല്ലാത്തൊരു അനുഭവം. കാരണം ഞാൻ എന്റെ പ്രേക്ഷകർക്കും എന്റെ അറിയപ്പെടുന്ന സുഹൃത്തുക്കളും ഞാൻ അങ്ങനെ അധികം അമിതമായിട്ട് ചിരിക്കുന്ന ഒരാളോ സീരിയസ് ആയിട്ട് തോന്നുന്ന ആളല്ല. അപ്പൊ എന്നാൽ തമാശകളൊക്കെ ആസ്വദിക്കാറുണ്ട്, പക്ഷെ അത് മുഖത്ത് പ്രകടിപ്പിക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഗോപനോട് സംസാരിച്ചിരുന്നു, പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. അതുപോലെ പൊട്ടിക്കരയണതും ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഞാൻ ഒരുപക്ഷെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. അപ്പൊ അത് വളരെയധികം എന്താണ് അതിന്റെ ഒരു ഇത് മനസ്സിലായില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വല്ലാത്തൊരു ശക്തി ഇറങ്ങി വരുന്നുണ്ടെന്നുള്ള സത്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ദിവസം ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം ഗോപേട്ടൻക്ക് അധികരിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇവിടെ വന്നതാണ്. പക്ഷെ രണ്ടാമത്തെ ദിവസം ഞാൻ സ്വമേധയ എന്റെ ഇത് വന്നതാണ്. പിന്നെ അതുപോലെ ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ വിരലിന്റെ കാര്യം പറഞ്ഞല്ലോ. വിരലിന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം, തരിച്ചിരിക്കുന്ന ഒരു വിരലായിരുന്നു. അത് ഏത് ഇത് ചെയ്തപ്പോഴാണെന്ന് അറിയില്ല, പക്ഷെ എന്റെ സ്വാഭാവികമായിട്ടും കൈ ഒരു ഇതിലായി. അതുപോലെ നമ്മൾ അവസാനത്തെ ഒരു ഇതാണ് ഡാൻസും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ ഡാൻസ് ചെയ്തിട്ടില്ല, അങ്ങനെ കളിക്കില്ല. എന്റെ സിനിമയിൽ പോലും ഞാൻ ഡാൻസ് വേണ്ടി കുറെ എഫർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് കഴിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാം മറന്ന് നമ്മള് ആ ഒരു ഇതിലേക്ക് ലയിച്ച് ചേർന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ക്ലാസ്സുകൾ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ പുറത്തേക്ക് എത്തിക്കുന്നത് തന്നെ. ഈ ക്ലാസ്സുകൾ ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എനിക്ക് ഇത്രയും വർഷത്തിനിടയിൽ 10,000-കണക്കിന് ആളുകൾക്ക് ഈ ഒരു ജ്ഞാനം കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം അതിൽ ഏറ്റവും ഹൃദയം എന്ന് പറയുന്നത് ഇതിന്റെ സുദർശന ക്രിയയാണ്. കാരണം സ്ട്രെസ് റിലീവ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു മാർഗമായിട്ടാണ് ലോകം അത് കാണുന്നത്. അനുഭവം അത് തന്നെയാണ്. കാരണം നമ്മളെ സമ്മർദ്ദത്തിന് അതായത് സന്ദേശം പറഞ്ഞാല് റൈറ്റ്, എല്ലാവരുടെ മനസ്സിലും സന്തോഷം, സമാധാനം, അത്രേ ഉള്ളൂ. ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റണം. ഇത് തന്നെയാണ് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ മോട്ടോ. അതിനുവേണ്ട മൊഴികളും വഴികളും തന്നെ അതിലുള്ളത്. അപ്പൊ അതൊരു വളരെ രസകരമാണ്. കാരണം 6 ദിവസം മോഡ്യൂളുണ്ട്, 4 days മോഡ്യൂളുണ്ട് തിരക്കുള്ളവർക്കായിട്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നത് 6 day ആണ്. വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ. സാറ്റർഡേ ഒരു ഹാഫ് ഡേ, സൺഡേ ഒരു ഫുൾ ഡേയോട് കൂടിയിട്ട് ഈവൻ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പോലും നമുക്ക് അതിലൂടെ കടന്നു പോയിട്ട് അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയ എന്നാൽ വളരെ ഡെപ്ത് ഉള്ള പ്രാണായാമങ്ങള്, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, ബ്രീതിങ് ടെക്നിക്സ്, ഇതെല്ലാം ഒരു നല്ലൊരു പാക്കേജ് ആണ്. അപ്പം എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞ ആർക്കും അതിലൂടെ കടന്നു പോവാം. ലോകത്തില് കോടിക്കണക്കിന് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തൊരു പ്രോസസ്സാണ് സുദർശന ക്രിയ. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവരോടും പറയുമോ സുധീഷ്? തീർച്ചയായിട്ടും. ഞാൻ അതുപോലെ ഇപ്പൊ അവിടെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ, ഞാൻ ഇരുന്ന ക്ലാസ്സിൽ തന്നെ ഒരാള് പറഞ്ഞിരുന്നു, ഈ സാറ് ആദ്യ ദിവസം പറഞ്ഞത് കസേരയിൽ ഇരുന്നപ്പോ നിങ്ങളെ നിലത്തിരുത്തിയിട്ട് ഇവിടുന്ന് പോകുന്നു പറഞ്ഞു. അപ്പൊ അവര് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ്, 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മയില്ല, അവരവിടെ ഇരുന്ന് പറഞ്ഞു ഞാൻ 30 വർഷമായി ശരിക്കും ഇങ്ങനെ ഇരുന്നിട്ട് എന്നുള്ളത്. അപ്പൊ ശരിക്കും യോഗകളില് നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഉള്ള പ്രതിവിധികൾ ശരിക്കും ഉണ്ട് അല്ലെ? അല്ല, യോഗ നമ്മുടെ ശരീരത്തെ സ്വാഭാവികമാക്കാന്നാണ് രൂപം. അസുഖത്തെ മാറ്റുന്നത് ശരീരം തന്നെയാണ്. കാരണം ശരീരത്തിന്റെ ആ കഴിവുകൾ നഷ്ടമാകുമ്പോൾ യോഗ യഥാർത്ഥത്തിൽ നമ്മൾ എന്തോ അതായിത്തീരാനാണ് യോഗ. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. ഒരു കുഞ്ഞ് 400 വട്ടമൊക്കെ ഒരു ദിവസം ചിരിക്കും. പക്ഷെ വലുതാവുമ്പോ ചിരി കുറഞ്ഞു വരും. ബോഡി ഫ്ലെക്സിബിലിറ്റി പോയി സ്റ്റിഫ് ആവും. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്ക് എന്താണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം, സന്തോഷം, സമാധാനം ഒക്കെയാണ്. അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് യോഗ. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തോ അതായിത്തീരാനാണ് യോഗ. അപ്പൊ നാച്ചുറലി അൺനാച്ചുറൽ എല്ലാം യോഗ ചെയ്യുമ്പോൾ ബോഡി തന്നെ ഹീൽ ചെയ്ത് നമ്മളെ സുഖപ്പെടുത്താണ്. യെസ്, യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അതൊരു അസുഖം മാറാനുള്ള ടെക്നിക്കാളും കൂടുതൽ ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. സാറിന്റെ അനുഭവത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇതേമാതിരത്തെ ആളുകൾ കുറെ ഉണ്ടാവുമല്ലോ അല്ലെ? അസുഖങ്ങള് വന്ന ആളുകളും അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പൊ ഞാൻ മാറി സുഖം പ്രാപിച്ച ഒട്ടനവധി പേരെ അറിയാം. എനിക്ക് അറിയാം, തീർച്ചയായിട്ടും അറിയാം. ഇവിടെ തന്നെ കുറെ ആളുകളുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു പോകണാണ്. അതായത് വെച്ചാൽ മുന്നേ എനിക്ക് ഇതിനെ കുറിച്ച് അറിയാമെങ്കിലും ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോൾ അത്രത്തോളം ഗൗരവമാക്കിയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ വളരെയധികം ഗൗരവമായിട്ട് എടുത്തതും എന്റെ ആദ്യത്തെ ദിവസം അനുഭവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നും ഒക്കെ തീരുമാനിച്ചത്. ഇത്
ഇന്ത്യയിലുടനീളം അതോ ലോകമെമ്പാടും ഇന്ത്യയിൽ തന്നെ 10,000-കണക്കിന് സെന്റേഴ്സ് ഉണ്ട്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഏകദേശം ആക്റ്റീവായ 30ഓളം സെന്റേഴ്സ് ഉണ്ട്. ആ സെന്റേഴ്സിൽ ഇവിടുത്തെ ഗോപേട്ടിനെ പോലെ ബാബുട്ടിനെ പോലുള്ള സംഘാടകരുണ്ട്. ഇതിലിപ്പോ പെയ്ഡ് എംപ്ലോയീസേ ഇല്ല ആർട്ട് ഓഫ് ലിവിംഗില്, എല്ലാം വോളണ്ടിയേഴ്സ് ആണ്. അപ്പൊ അവർ ഓർഗനൈസ് ചെയ്തിപ്പം 100-ലധികം അധ്യാപകരുണ്ട് ഇവിടെ. അപ്പം അവരിലൂടെ തന്നെ ഞാനും എല്ലായിടത്തും എത്തണത്. കേരളം മുഴുവനുണ്ട്, ഇന്ത്യ മുഴുവനുണ്ട്, ലോകത്തിലെ 180-ലേറെ രാജ്യങ്ങളില് ഇത് നടക്കുന്നുണ്ട്. ഈവൻ അറബ് കൺട്രീസിലുണ്ട്. അപ്പോ അതായത് എല്ലാ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അതീതമായിട്ട് ഹൃദയത്തിലേറ്റിയ ഒരു പരിപാടിയാണ് ദി ആർട്ട് ഓഫ് ലിവിംഗ് പ്രോഗ്രാം. ജീവന കല, അതായത് ജീവിതത്തെ കലയാക്കി മാറ്റാൻ എന്തൊക്കെയാണ് ഒരാൾക്ക് വേണ്ടത്, അതെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും. ദി ആർട്ട് ഓഫ് ലിവിംഗ്, ജീവന കല. ഇതില് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കേരളത്തിലെ കുറെ ആളുകളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ പല സ്ഥലങ്ങളിലുള്ള ആളുകളായിരിക്കും. എല്ലാവർക്കും ഇപ്പൊ ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. എങ്കിൽ കൂടി നമുക്ക് അവർക്കൊക്കെ എത്തിപ്പെടാൻ ആരെ കോണ്ടാക്ട് ചെയ്യണതിന്? ശരിക്കും www.artofliving.org ചെന്ന് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും അവിടെ സ്ഥലത്തിനനുസരിച്ച് വെബ്സൈറ്റിൽ ഇപ്പൊ ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന ക്ലാസ്, ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ്, ഏത് അധ്യാപകരും എടുക്കാവുന്ന ക്ലാസ് ഗ്ലോബൽ വെബ്സൈറ്റിൽ നമുക്ക് എപ്പോഴും വിസിബിൾ ആണ്. അപ്പം ആർട്ട് ഓഫ് ലിവിംഗ് ഹാപ്പിനെസ് പ്രോഗ്രാം അടിച്ച് അവിടെ സ്ഥലം അടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തുണ്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസും വരും. ഓർഗനൈസർ ആരാണ്, ആരെ കോണ്ടാക്ട് ചെയ്യണം, ഫോൺ നമ്പർ, വെന്യൂ, ടൈം, എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ തന്നെ കിട്ടും. അപ്പൊ ആളുകൾക്ക് ശരിക്കും വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ സ്ഥലം, ലൊക്കേഷൻ, അവിടെയുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും അല്ലെ? മാത്രമല്ല അതിന്റെ തുടർ ഫോളോ അപ്പുകൾ. ഇപ്പൊ ഒരു തവണ നമ്മൾ ക്ലാസ് ചെയ്തിട്ട് എങ്ങനെ എവിടെ അല്ല ചെയ്യുന്നത്, എല്ലാ സൺഡേയും ആ സ്ഥലത്ത് ചെന്ന് നമുക്ക് ഫോളോ അപ്പ്, ഇതിന്റെ റിപ്പീറ്റ് ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതെല്ലാം ഈ ക്ലാസ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അതുണ്ടാവും. വൺസ് ഇൻ എ വീക്കാണ് അതിന്റെ തുടർ ഫോളോ അപ്പ് പരിപാടികൾ. അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ പറയാനെ പറ്റിയുള്ള സുധീഷ് ചെയ്തു. ഇപ്പൊ നാളെ പാരീസിലേക്ക് പോയി, അവിടെ പോയിട്ട് ഫോളോ അപ്പ് അറ്റൻഡ് ചെയ്യാം. ഇവൻ റഷ്യയിൽ പോയി, മോസ്കോയില് അവിടെ ക്രെംലിൻ പാലസിൽ ഫോളോ അപ്പ് നടക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യാതെ ഇപ്പൊ മുംബൈയാണ്. ലോകത്ത് എവിടെ ചെന്നാലും ഒരു ആർട്ട് ഓഫ് ലിവിംഗ് സെന്റർ ഉണ്ടാവും. കാരണം 180-ലേറെ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ ക്ലാസ് ചെയ്താലും തുടർ ക്ലാസ്സുകൾക്ക് എവിടെ വേണേലും പോവാം. ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്യണോ, അപ്പോഴും ആസിറ്റീസ് അതിന് വേറെ ഫീ ഒന്നും ഇല്ല, ഡൊണേഷൻ ഒന്നും ഇല്ല. അവിടെ പോയിട്ട് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതിന്റെ ഹയർ കോഴ്സുകൾക്ക് മാത്രമാണ് നമുക്ക് ചെറിയൊരു ഡൊണേഷൻ പിന്നീടുള്ളത്. അപ്പൊ ഒരു തവണ നമ്മൾ ഇതിൽ വന്ന ലൈഫ് ടൈം മെമ്പർഷിപ്പ്. ആക്ച്വലി ജീവിതകാലം മുഴുവനും ആ അറിവ് ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ എവിടെയെങ്കിലും ലോകത്തിന് ഏതെങ്കിലും ഒരു കോണില് ഒരു വട്ടം ഇത് ചെയ്താല് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും. അപ്പൊ സുധീഷിന്റെ വളരെ തിരക്കുള്ള ഒരാളാണ്. അപ്പൊ ചില സമയങ്ങളിൽ അത് പറ്റിയില്ല ഫോളോ ചെയ്യാൻ. ഇപ്പൊ അടുത്ത് എവിടെ യാത്ര ചെയ്യണത്, എവിടെ വെച്ചാൽ അവിടെ പോവാം. അവിടെ ഒരു ആർട്ട് ഓഫ് ലിവിംഗ് സെന്റർ ഉണ്ടാവും. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുറെ ആളുകള് ഇപ്പൊ എന്നോട് തന്നെ ഇവിടുന്ന് കുറെ ആളുകൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പുറത്തു നിന്ന് ഒരിക്കലും ഇത് നോക്കിക്കാണാൻ കഴിയില്ല. ഇതിന്റെ ഉള്ളിൽ വന്ന് അനുഭവിച്ചറിയാനാണ് ശരിക്ക് ഇതിന്റെ ഒരു ഇത് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കണത്, ഈ യോഗകള് ഇപ്പൊ നമ്മൾ ഈ 6 ദിവസത്തെ പ്രോഗ്രാം പറഞ്ഞ് നമ്മൾ ചെയ്തു. ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഇപ്പൊ നമ്മൾ ഈ 6 പ്രാവശ്യം ഇത് ചെയ്തു പോയതുകൊണ്ട് പിന്നീട് പ്രാക്ടീസോ കാര്യങ്ങളോ ഇല്ലാതെ അല്ലെ, അതിൽ കൂടുതൽ ഗുണം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രാക്ടീസുകൾക്ക് സംവിധാനങ്ങളുണ്ടോ? തീർച്ചയായും എല്ലാ ആഴ്ചയിലും ഇതിപ്പോ പറയാനും പറ്റുകയാണ്. എല്ലാ സൺഡേയും ഇവിടെ ഫോളോ അപ്പ് ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഈ കോഴ്സ് നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗ് സെന്റേഴ്സിൽ എവിടെ ആയാലും അവിടെ ഒരു ടീച്ചർ വരും. സൺഡേ ഇതെല്ലാം നമ്മൾ വീണ്ടും പഠിപ്പിച്ച് ഒരു ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ ആവുള്ളെങ്കിൽ ലോങ് സുദർശന ക്രിയ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ പല സ്ഥലങ്ങളിലും ഓൺലൈൻ ആയിട്ടുണ്ട്. വരാൻ സൗകര്യം ഇല്ലാത്തവർക്ക് പാലക്കാട് അങ്ങനെ ഉണ്ട്. അപ്പം എന്റെ കൂടെയുള്ള അധ്യാപകർ ദിവസേന കാലത്ത് 5:30 തൊട്ടിട്ട് 7 മണി വരെ രാവിലെ ഓൺലൈനിൽ ഈ യോഗ, ഈ പ്രാണായാമം, ഈ കുഞ്ഞു സുദർശന ക്രിയ ഒക്കെ പഠിപ്പിക്കാറുണ്ട്. അത് നമ്മുടെ ക്ലാസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ആ ഓൺലൈനിൽ ലിങ്ക് എല്ലാം ഉണ്ടാവും. സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെ അത് നമുക്ക് പഠിക്കാം. പിന്നെ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു നോട്ട്സ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് തരും ഗ്രൂപ്പിൽ. അത് ഫോളോ ചെയ്യാം. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഓൺലൈനിൽ ഡെയിലി നോക്കി ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിൽ ചെന്നിട്ട് തുടർ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. പിന്നെ അടുത്ത ക്ലാസ്സുകൾ എവിടെയെങ്കിലും നടക്കണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം. ലോകം മുഴുവൻ അവസരങ്ങളുണ്ട്. അപ്പൊ വൺസ് നിങ്ങളുടെ ഈ ഫാമിലിയിലേക്ക് വന്നാല് എപ്പോഴും ആ ഒരു സർവീസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് അതുപോലെ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്,
ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ദുഃഖങ്ങളെ മാത്രം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാൻ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പിന്നെ ഞാനും മുന്നേ കുറെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോ ഞാൻ എന്റെ ജീവിതാനുഭവത്തിലും ഒരുപാട് ഇങ്ങനെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നാൽ ഞാൻ ഒരു 100% ഉറപ്പ് തരാം, നിങ്ങൾ ദുഃഖങ്ങളെ തേടി യാത്ര ചെയ്യില്ല. കാരണം സന്തോഷങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതം ശരിക്ക് ആസ്വദിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മള് സങ്കടങ്ങളെ മാത്രം കണ്ടുകൊണ്ട് സന്തോഷങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പല ആളുകളും ജീവിതം അവസാനം വരെ, മരണം വരെയും ഒരു തരത്തിലും സന്തോഷിക്കാത്ത ആളുകളെ നമുക്ക് ഇപ്പോഴും അറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും 100% ഗ്യാരണ്ടിയിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിത്യവും സന്തോഷവാനായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവ് എനർജിയിലായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഒരു തെറ്റുകളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അത് 100%. കാരണം അദ്ദേഹത്തിന്റെ കുറെ കഥകളിൽ കൂടെ ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, ഇപ്പൊ സാറിന്റെ കഥകളൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും ഇനി ഉപയോഗിക്കും. എനിക്കത് സംസാരിക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത്, നമ്മള് പ്രഭാഷണങ്ങൾക്ക് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് കഥകൾ, ഞാൻ ഒന്നിനെയും കൂടി ഒരു കഥ നമ്മുടെ കൂട്ടുകാരോട് അവതരിപ്പിച്ചിട്ട് അവർക്കത് വളരെയധികം, കാരണം നമ്മളത് കേൾക്കാത്ത കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ മോട്ടിവേറ്റ്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മള് ഒരു ചീത്ത സ്വഭാവത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം. അപ്പൊ എന്തായാലും ഇതിന്റെ നമ്മുടെ പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? വിഭാവനം ചെയ്ത ഹാപ്പിനെസ് പ്രോഗ്രാം എവിടെയാണോ അടുത്തുള്ളത് അതിലൂടെ ഒന്ന് കടന്നു പോവാൻ നിങ്ങളെ ഒന്ന് അനുവദിക്കുക. സന്തോഷമായിരിക്കുക. ഓക്കെ, പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ പരിയാൻപറ്റ ആർട്ട് ഓഫ് ലിവിങ് സെന്ററിന്റെ കോർഡിനേറ്ററാണ്. ഇപ്പോ നമ്മുടെ 25ാമത്തെ ഒരു പ്രോഗ്രാമാണ്. ഞങ്ങളുടെ ഒരു സിൽവർ ജൂബിലി സെലിബ്രേഷൻ കൂടിയാണ് ഇപ്പോൾ പരിയാൻപറ്റയിൽ നടക്കുന്നത്. ഏകദേശം 170ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ പ്രോഗ്രാം ആയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സുധീഷൊക്കെ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അതിന്റെ ഒരു അനുഭവം സുധീഷ് തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ, എന്നാലും ഒരിക്കൽ കൂടി അതിന്റെ ഒരു ഡീറ്റെയിൽ പറയാണ്. നിരവധി ആളുകൾ എങ്ങനെയാണ് സാറുടെ ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് അതിന്റെ ബാക്കിയുള്ള പ്രോഗ്രാംസ് എന്നുള്ളത്, ഇതിന്റെ താഴെ സാറുടെ ക്ലാസ്സുകളും എവിടേക്കാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിലും അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്പർ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് സാറുടെ അടുത്ത് വരാൻ പോകുന്ന ക്ലാസ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ അറിയാം. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരം ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ അറിയാനും ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഡീറ്റെയിലും തരും. ഒരു സാറേ പോലത്തെ മഹത് വ്യക്തിത്വങ്ങളൊക്കെ ഒരു ക്ലാസ്സിന് വരുമ്പോൾ ഒരു മിനിമം ഒരു 30-40 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് ആ ക്ലാസ് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഏകദേശം 2000-ലധികം ആളുകളിലേക്ക് വെളിച്ചം നൽകി ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം 6-7ഓളം പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഏറ്റെടുത്ത വലിയൊരു ദൗത്യമാണ് സമ്പൂർണ്ണ ആരോഗ്യ ഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതി. ഈ പദ്ധതിയിലൂടെ നിത്യ യോഗ പ്രാണായാമം ഒക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ പരിയാൻപറ്റ സെന്ററിലുണ്ട്. ഏകദേശം 50ഓളം ആളുകൾ നിത്യസാധന ചെയ്യുന്ന ഒരു വലിയ സെന്ററാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഒരു പക്ഷെ അത്ഭുതത്തോടു കൂടിയിട്ടായിരിക്കും ഇതിനെ കേൾക്കാൻ സാധിക്കുന്നത്. ഈ 3-3.5 വർഷങ്ങളായിട്ട് ആസ്പത്രി എന്താന്ന് കാണാത്ത ആളുകളാണ് ഇതിലത്തെ മെജോറിറ്റി ആളുകളും. ആ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ അധ്വാനിക്കുന്ന പണം നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ അതൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അതിനുള്ള ചില ടെക്നിക്സുകളാണ് സാറെ പോലത്തെ മഹത് വ്യക്തിത്വങ്ങളിലൂടെ ഞങ്ങൾ കൊടുക്കാനും ഞങ്ങളൊക്കെ നേടി ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കുന്നത്. അത് നിങ്ങളിലും എത്തണം. അത് നമ്മൾക്കൊരു ലോക സമാധാനം എന്ന് മാത്രമല്ല, അത് നമ്മളുടെ സമാധാനത്തിലൂടെ മാത്രമേ നമുക്ക് ലോകത്തിനും സമാധാനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള അറിവുകൾ, നമ്മളെല്ലാവരും അറിവുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് തിരിച്ചറിവുകളായി മാറുന്നതാണ് ജീവിതത്തിന് അത് ഗുണകരമായിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടാൻ എല്ലാവർക്കും ഇത്തരം ക്ലാസ്സുകളിലൂടെയൊക്കെ പോകാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം, പ്രണാമം. ഇതേപോലെ നിങ്ങൾക്കും ഞങ്ങളെ അടുത്ത ബാച്ചിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ജനുവരി മാസത്തിൽ ഞങ്ങൾ 2026 ജനുവരിയിൽ അടുത്ത ക്ലാസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ഞങ്ങളുടെ ടീം സംഘാടകർ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. അപ്പൊ നമസ്കാരം, ഞാൻ ബാബു, പരിയാൻപറ്റ ആർട്ട് ഓഫ് ലിവിങ് സെന്ററിന്റെ കോർഡിനേറ്ററാണ്. നമ്മുടെ 25ാമത്തെ ബാച്ച് ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. എല്ലാവരുടെ 176 ആൾക്കാരുടെ പാർട്ടിസിപ്പൻസ് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ അടുത്ത ബാച്ച് 2026 ജനുവരി 13-ാം തീയതി ടു 18-ാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിലേക്ക് നമ്മൾ ഇതുപോലെ, അതായത് 25ാമത്തെ ബാച്ച് എങ്ങനെ നടന്നു അതുപോലെ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ പാർട്ടിസിപ്പൻസിന്റെ എല്ലാവരുടെയും സാന്നിധ്യം അതിലുണ്ടായിരിക്കണം. അപ്പൊ അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ
കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്നല്ല, അവരെ ഇതിൽ തീർച്ചയായും പങ്കെടുപ്പിക്കണം. അപ്പൊ ആ ക്ലാസ്സും കൂടി നമുക്ക് വളരെ വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, ഞാൻ ബാബു, പരിയാൻപറ്റ ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെ ഒരു കോർഡിനേറ്ററാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സമൂഹത്തിന്റെ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്. സമൂഹത്തിലെ എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഹാപ്പിനെസ് ക്ലാസ്സുകൾ എവിടെയുണ്ടെങ്കിലും നിങ്ങൾ ചേരണം. സമൂഹത്തിന് നല്ലൊരു വഴികാട്ടിയാവണം, മാതൃകയാവണം. വരും തലമുറയ്ക്ക് ഒരു നല്ലൊരു കരുത്തായ വരും തലമുറയാണ് നമ്മുടെ ലക്ഷ്യം. വരും തലമുറയ്ക്ക് നല്ലൊരു കരുത്താർജിച്ച യുവത്വമായി നമുക്ക് മാറാൻ കഴിയണം. അതുപോലെ തന്നെ യോഗകളിലൂടെ, നിത്യം യോഗ ചെയ്യുന്നതിലൂടെ അസുഖങ്ങൾക്ക് ഒരു അറുതി വരുത്തി നല്ലൊരു ആരോഗ്യമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ലതിക. ഞാൻ ഈ ആർട്ട് ഓഫ് ലിവിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞാൻ സ്ഥിരമായി യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലാണെങ്കിലും എൻ്റെ ശരീരത്തിനാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്തത് JP സാറിന്റെ ക്ലാസ്സാണ്. ജയപ്രകാശ് സാർ എന്ന് പറയും, പാലക്കാടുള്ള സാറാണ്. എനിക്ക് പറയാനുള്ള, ഇതിലെല്ലാവരും ഈ കോഴ്സ് ചെയ്തിരിക്കണം. ഇതിന്റെ അഡ്വാൻസ് കോഴ്സുകളും പരമാവധി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ നല്ല മാറ്റം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. എല്ലാവരും ഈ ക്ലാസ് ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ നമ്മുടെ ഈ ഹാപ്പിനെസ് പ്രോഗ്രാം ചെയ്തതിന്റെ ശേഷം എനിക്ക് ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഹയർ കോഴ്സായ DS എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞോട് എൻ്റെ ബിസിനസ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് സംഭവ വികാസങ്ങളാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു കോഴ്സ് ചെയ്യേണ്ടതാണ്. സമൂഹത്തിൽ എല്ലാവർക്കും ഇതിന്റെ ഈ ഹാപ്പിനെസ് പ്രോഗ്രാമിന്റെ ഒരു അറിവ്, ഗുണം ലഭിക്കണം. അത്ര മാത്രമേ പറയാം. നമസ്കാരം, എൻ്റെ പേര് ഹേമ. ഞാൻ തിരുവഴിയോട് ബിസിനസ് ചെയ്യുന്നു. 2018 മുതൽ ഞാൻ യോഗ ചെയ്യുന്നുണ്ട്. അതിന്റെ ശാരീരികവും മാനസികവുമായ ഒരുപാട് ഗുണങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഒരു 40-45 വയസ്സായാൽ സ്ത്രീകൾക്ക് ഒരുപാട് മെനപ്പോസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ്, പിന്നെ മെനപ്പോസുമായി ബന്ധപ്പെട്ടുള്ള മൂഡ് സ്വിങ് എല്ലാം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്ഥിരമായി രാവിലെ 5:15 പരിയാനമ്പറ്റയിലുള്ള മോർണിംഗ് യോഗ സെഷനിലെ ഒരു സ്ഥിരം മെമ്പറാണ് ഞാൻ. അത് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പീരിയഡ്സിന്റെ കാര്യമായാലും മൂഡ് സ്വിങ്ങിന്റെ കാര്യമായാലും എല്ലാം. അതുപോലെ ശാരീരികവും മാനസികവുമായ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജയ് ഗുരുദേവ്. എൻ്റെ പേര് ലത. 2022 മുതലൊക്കെയാണ് യോഗ സെന്ററിൽ വന്ന് ചേർന്നതും യോഗ ചെയ്യാൻ തുടങ്ങിയതും. ആ കോഴ്സ് കഴിഞ്ഞതൊക്കെ ആ വർഷങ്ങളിലാണ്. അതിനുശേഷം ദിവസവും രാവിലെ പരിയാനമ്പറ്റ സെന്ററിൽ വന്നിട്ട് 5:15 സെഷനിൽ വരും. 6:45 വരെയാണ് യോഗ പ്രാക്ടീസ് ഉള്ളത്. സ്ഥിരമായിട്ട് വരും. എന്തെങ്കിലും കാരണം കൊണ്ട് വരാണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടും. ഇപ്പൊ ഒരാഴ്ചയോ മറ്റോ നമ്മൾ മാറി നിൽക്കുമ്പോഴോ 2 ദിവസം മാറി നിൽക്കുമ്പോഴോ ഒക്കെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടാറുണ്ട്. യോഗ ചെയ്യുന്നതിനുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പല അസുഖങ്ങള്, അതായത് നമുക്ക് സ്ത്രീകൾക്ക് വരുന്നതായിട്ടുള്ള, സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രത്യേകതര അസുഖങ്ങളുണ്ട്. അതിനൊക്കെ ഒരു വ്യത്യാസം ഈ യോഗയിലൂടെ നമുക്ക് സാധിക്കാൻ പറ്റും. പിന്നെ ഒന്നുള്ളത്, നമുക്ക് ഒരു കാര്യം, ഈ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞ അഡ്വാൻസ് കോഴ്സ് DSN എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വയം നമ്മളെ നിയന്ത്രിക്കാനും, നമുക്ക് അതിലൂടെ പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുവാനും, തനിയെ ഒരു സംരംഭങ്ങളോ അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങളോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ ഏറ്റെടുത്തിട്ട് സ്വയം ചെയ്യാനൊരു കഴിവ് നമുക്ക് ഈ യോഗയിലൂടെ സാധിക്കും. പല ക്ലാസ്സുകളും നമ്മൾ കേൾക്കുകയാണ്. JP സാറിന്റെ ക്ലാസ്, ഗോപേട്ടന്റെ ക്ലാസ്, ഇതൊക്കെ കൂടി നമുക്ക് ഒരു പ്രത്യേക പോസിറ്റീവ്നെസ് ആണ് നമ്മുടെ ദേഹത്തിനും മനസ്സിനും ശരീരത്തിനും നമുക്ക് തരുന്നത്. അത് ഒരുപാട് വലിയൊരു ഗുണമാണ് നമുക്കുള്ളത്. എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ഒരു പ്രാപ്തി ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ടെൻഷൻ, അതേപോലെ എന്ത് കിട്ടാലും കരയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഈ യോഗയിൽ വന്നതോടു കൂടിയാണ് അതിനൊക്കെ ഒരു വ്യത്യാസം സംഭവിച്ചത്. ഇപ്പൊ പല പ്രശ്നങ്ങളും ഏറ്റെടുക്കാനും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കാറുണ്ട്. അത് ഗുരുജര വലിയൊരു കഴിവായിട്ട്, നമ്മുടെ കഴിവല്ല, ഗുരുജി തന്ന നമ്മൾക്ക് ഒരു തന്നിട്ടുള്ള സിദ്ധിയായിട്ട് ഞങ്ങൾ കരുതണേ.
പിന്നെ ഈ കോഴ്സിലൂടെ നമുക്ക് പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദിവസവും രാവിലെ 5:15 വന്നിട്ട് യോഗ ചെയ്യാനും അത് ആ ഒരു ദിവസം നമ്മളൊരു ദിവസം തുടങ്ങി അവസാനം വരെ അത് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയണത് എങ്ങനെയാ വെച്ചാൽ വരാത്ത ദിവസങ്ങളിൽ നമുക്ക് അത് അധികം അറിയാം. അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണ്? വെരിക്കോസിന്റെ പ്രശ്നങ്ങള്, കാല് കടച്ചില്, കഴുത്തിന്റെ വേദനകള്, അത് സ്പോണ്ടിലൈറ്റിസ് പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ ഇപ്പൊ മാറിക്കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട് ഈ യോഗ ക്ലാസ്സിൽ ചേർന്നതിനും യോഗ നിത്യം അഭ്യസിക്കാൻ സാധിച്ചതിനും ഒരുപാട് നന്ദി. നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ വൈദ്യുത മേഖലയിലെ ലക്കിടി സെക്ഷന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആർട്ട് ഓഫ് ലിവിങ് എന്ന ഈ ജീവനകല ഇത് ഏകദേശം 6 വർഷത്തോളമായി ഞാൻ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൽ വന്നതിന് ശേഷം എൻ്റെ മനസ്സ് വളരെ വളരെ കാംഫുള്ളായും സന്തോഷപരമായിട്ടും നമുക്ക് ഈ ജോലിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകളും അപകടങ്ങളും അപകട മരണങ്ങളും തരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊക്കെ ഒരു സുപ്രഭാതത്തെ ഒരു കാലത്ത് ഞാൻ പോലും ആത്മഹത്യക്ക് ശ്രമിച്ചാലോ എന്ന തരത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം, രാവിലെ ഫ്രഷായിട്ട് ജീവനോടെ സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യേനെയും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് ജോലിക്ക് വരുന്ന സമയത്ത് തിരിച്ച് അവരുടെ ഡെഡ് ബോഡി അവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട പല സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അപകടകരമായുള്ള കാര്യങ്ങളും അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നമ്മുടെ JP സാറ്, നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ലോകത്തിൽ തന്നെ നല്ലൊരു ആചാര്യനായ JP സാറെ കാണാൻ കഴിയുകയും അദ്ദേഹത്തിന്റെ ഊർജം പകരുന്ന വാക്കുകൾ കേൾക്കണം എന്നുള്ള രൂപത്തില് ഞാൻ അവിചാരിതമായാണ് അവിടെ എത്തിയത്. സാറെ കാണാൻ കഴിഞ്ഞു. ഈ ഒരു മേഖലയിൽ എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് വളരെയധികം നഷ്ടം തോന്നുമായിരുന്നു. അത്രയും നല്ല ഒരു തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഞാൻ എത്തി. അതിൽ ആർട്ട് ഓഫ് ലിവിങ് ഹാപ്പിനെസ് പ്രോഗ്രാമിന് ശേഷം അതിലും വലിയ പ്രോഗ്രാം DSN AMP പോലുള്ള കോഴ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് എനിക്ക് എൻ്റെ കരിയർ ജീവിതത്തിൽ എങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാമെന്നും പാവപ്പെട്ട മനുഷ്യരുടെ കഷ്ടപ്പാട് അറിയാനും കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഞാൻ ഏകദേശം 300ഓളം പാവപ്പെട്ട ദരിദ്ര വിഭാഗങ്ങളുടെ കണ്ടെത്തി അവർക്ക് വൈദ്യുതി എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും അതിന്റെ മറ്റുള്ള പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്ത് അവർക്ക് ജീവിതത്തിന്റെ ജീവിക്കാനുള്ള ഒരു അർഹത ഉള്ള ആളുകളാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അത് ഈ ഒരു മേഖലയിൽ, ഈ ഒരു ആർട്ട് ഓഫ് ലിവിങ് മേഖലയിൽ വന്നപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയതും അങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടാക്കിയത്. നമസ്കാരം, എൻ്റെ പേര് പ്രഭു എന്നാണ്. മംഗലാം തന്നെ എൻ്റെ വീട്. 2018 ഞാൻ ആർട്ട് ഓഫ് ലിവിങ് കുടുംബത്തിലേക്ക് വന്നു ചേർന്നതാണ്. ഞാൻ ഒരുപാട് മഹാക്ഷേത്രങ്ങളും കൊടിമര പ്രതിഷ്ഠകളും എൻ്റെ ഈ ചെറിയ കാലം മുതൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇതിൻ്റെ മെയിൻ കാര്യം JP സാറുടെ ക്ലാസ്സാണ്. JP സാറിൻ്റെ ക്ലാസ് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ കൊടിമര പ്രതിഷ്ഠകളും ക്ഷേത്രങ്ങളും നന്നായിട്ട് ചെയ്യാൻ ഊർജം JP സാറുടെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. നമസ്കാരം, ഞാൻ രാജീവ് മാടമ്പി. ഞാൻ ശ്രീശോണം സ്വദേശിയാണ്. നാട്ടിലെ ബിസിനസ്സാണ്. ആർട്ട് ഓഫ് ലിവിങ് എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ശേഷം എന്നുള്ള ഒരു ജീവിത രീതി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ആർട്ട് ഓഫ് ലിവിങ്ങിന് വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം ഒരു അടുക്കും ചിട്ടയോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും ഇല്ലാത്ത ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് മാറി ഞാൻ ആർട്ട് ഓഫ് ലിവിങ് എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരു പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ നേരിടണം, എങ്ങനെ അത് തരണം ചെയ്യണം എന്നുള്ള കൃത്യമായ ബോധം എനിക്കുണ്ടാക്കാൻ ഈ ആർട്ട് ഓഫ് ലിവിങ് പ്രസ്ഥാനത്തിലൂടെ കഴിഞ്ഞു. എനിക്ക് എൻ്റെ വ്യക്തിപരമായി മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ ചുറ്റുപാടിനും അത് ഒരു നല്ലൊരു രീതിയിൽ പകർന്നു നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പൊതുപ്രവർത്തന രംഗത്ത് നല്ലൊരു പ്രവർത്തന മേഖല ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് കൂടുതൽ ഊർജവും അതുപോലെ തന്നെ അവസരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോഴ്സിന് ശേഷം.